പവിഴം, നിന്റെ ലോറി മാമനെ കണ്ടു. വയറ് നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ അയാളെ ബോംബെക്ക് അയച്ചു. ലോഡ് ബോംബെക്കായിരുന്നു. ദൈവം നമ്മുടെ കൂടെയാ. എന്റെ ട്രാൻസ്ഫർ ശരിയാവുന്നവരെ നമ്മുടെ സത്യം ആരും അറിയാൻ പോകുന്നില്ല. കുടിച്ച സാരായം വയറ്റിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊണ്ടും പോകലേ, നേരെ ഇങ്ങോട്ട് താൻ വന്നു. ഇങ്ങോട്ടോ? ആ, അവരിങ്ങ വந்தாரு. എന്നെയും കണ്ടാரு, അതുக்கு മുന്നേ உங்க அம்மாவையும் கண்டாரு. மாமா அம்மையோட ஒன்னும் பறஞ்சிല്ല. என் கையை பிடிச்சாரு, கொஞ்ச நேரம் கரைஞ்சாரு, அப்புறம் போயிட்டாரு. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരാൻ? വല്ലതും കണ്ട് പേടിച്ചോ മോനെ? കാലാവസ്ഥ മാറിയതുകൊണ്ടാ. അതിനിവിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ. ആ, ഞാനത് പറയാൻ മറന്നുപോയി. ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു. ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു. അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം അവക്ക് എന്തോ ഒരു മന്ദതയുണ്ട്. അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട്. തൊലി വെളുത്തിട്ടാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ലടാ. ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും. അയ്യോ, നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ. മാമ, എന്തേ? അവരെ പന്നി പിടിച്ചു. അവരെ അമ്മ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്താ? ഹരിക്ക് നല്ല പനി. ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം എന്ന് പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ. ഇതൊരു സാധാരണ പനിയല്ലേ, സാരമില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ? പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ? ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ? കൃഷ്ണ, ഗോവിന്ദ, നാരായണ, ഗുരുവായൂരപ്പ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പവിഴ എന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3-4 മാസമായി. എന്താടാ നിന്റെ വിളി കേട്ടാ ഞാൻ വന്നത്? നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. കിടന്നോ. നല്ലപോലെ വേർത്തിട്ടുണ്ട്. നന്നായി. പനിക്കൊരാശ്വാസം കിട്ടുമല്ലോ. പവിഴോ, ഒരു കുടം വെള്ളം ആ വാഴക്കന്നിന് നനയ്ക്കണം. എന്താ വാഴയ്ക്ക്? ഒരു ചിന്ന വാഴക്കുട്ടിയില്ലേ, അങ്കെ പുതിയത്. അതൊക്കെ തണ്ണി വിട്, കുടിക്കട്ടെ. പവിഴമേ, പവിഴോ, പവിഴോ, പവിഴോ. എന്റെ ദൈവമേ, മോളെ പവിഴോ, മോളെ നിനക്ക് എന്ത് പറ്റി? മോളെ മോളെ നിനക്ക് എന്ത് പറ്റി? എന്റെ അമ്പലത്തറ ദേവി, ഈ തറവാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഒരു പെൺകുട്ടി തലചുറ്റി വീഴുന്നത്. എന്താ മോളെ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല.
ശരിക്കും കൊന്നുകൊടുത്താ പറയോ? ദേ അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ. വെട്ടിട്ടോട്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനെ അല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല. ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്. അതേ ഒരു 4 വാക്ക് ചോദിക്കട്ടോ? തല്ലി തകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഇങ്ങോട്ട് ഇളകി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. അയ്യോ. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ, ചൊല്ലേ, ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇനി വന്നേ. അവളിപ്പോ 1 അല്ല 2 ആടാ. ആര്? പവിഴം. ബഹളം ഞാനും കേട്ടു. അതെന്താണെന്ന് അറിയാനാ ഞാൻ ഇവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം. വേണ്ട. അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുന്നതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കരുത് ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ? ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പിയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടത് ആരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? വിടാൻ. നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞാ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം.
മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്ന് അറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല. പോടാ പോ, നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ എന്താടാ? അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ ഇതെന്താണ് ജയിലോ? അതെ, ജയില് തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഞാൻ പൂട്ടും, ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും. ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞിന് സുഖമല്ലേ? പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. என்னங்க என்ன ஆச்சு? மாரிமுத்து எங்கடி? 2 நாளா நான் அவனை பார்க்கவே இல்லைங்க. அந்த குட்டனாய வந்தானா? ஏங்க ஏன் அவரை தேடுறீங்க? அந்த நாயோட துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு. ஒரு நல்ல காரியத்தை முடிச்சிட்டு வரேன். ഈ കർപ്പൂരം തൊട്ട് നീ അമ്മയോട് സത്യം പറ. നീ പിഴച്ചതാണോ? അതോ ഈ വീട്ടിലുള്ളവർ വല്ലവരും ആണോ നിന്റെ വയറ്റിലുള്ളതിന്റെ തന്ത? പറയടി, സത്യം പറ. നിന്നെ ഞാൻ സഹായിക്കാം. പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്കുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഭാനുമതി, കർപ്പൂരം കാണിച്ചിട്ടുണ്ടായി? ഒന്നും ആയില്ല. ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ? അവക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തോണ്ട് വരാൻ പറ. അവളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പറഞ്ഞു വിട. എന്റെ ഭഗവാനെ, ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി. അല്ലെങ്കിൽ ഒരു 4 അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ. പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ. കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയാളൊന്നും വരാൻ തോന്നിയില്ലേ? അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി. എന്താ കുട്ടി, നീ പോണില്ലേ? നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങ. പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട. അവരെവിടെ? ബഹളം வைக்காத வேகம் வா. ஹரி வண்டிக்காத்துண்டு. உன்னை இவ்வளவு சீக்கிரம் சந்திப்பேன்னு நான் கனவுலையும் நினைக்கல. வாமா கண்ணு, வந்து உட்காரு. വാടി ഇങ്ങോട്ട്. കേരടി വണ്ടിയിലും എനിക്ക് ഇത്തിരി ചക്രം കിട്ടുന്ന കേസാ. എങ്ങോട്ടാ? ആ കുട്ടിയെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. ചത്തോ ജീവനുണ്ടോ നോക്കണ്ടേ? ഞാൻ ആ കുട്ടിക്ക് ഭക്ഷണം എന്തെങ്കിലും. എന്നാൽ ആ ഭക്ഷണം സ്വയം അങ്ങ് കഴിക്കാം. അവളുടെ അണ്ണൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അണ്ണനോ? അതെ, അണ്ണൻ.
അന്ന് വന്നണ്ണൻ. ദൈവമേ, ചതിച്ചോ? എന്താ മോനെ പറ്റിയത്? അവര് ഏത് വഴിക്കാ പോയത്? ഒപ്പോണെങ്കിൽ വായനശാല വഴി ഓടിക്കോ, അവര് ജീപ്പിനാ പോയത്. കണ്ണപ്പാ, നേരെ കളയാതെ വേഗം ഓട്. അവിടുത്തെ അവളുടെ അണ്ണം വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് അറിഞ്ഞതും അരിക്കുഞ്ഞ് അവരുടെ പിറകെ ഓടിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വാടാ. വേഗം വാടാ. കട്ടപ്പൊണ്ടാട്ടിയ വേലക്കാരിയാവ വെച്ചിരിക്ക. അത് ഞാൻ നോക്കിക്കോളാം. പോടാ പുല്ലേ. ആരാണോ ഹരിയത്തുള്ളത്? തല്ലുന്നത്? അവിടെ നിന്നോ. എടാ പൊള്ളാച്ചി അണ്ണ, മുണ്ട് മുണ്ട്. എന്താ ഒന്നും കാണാതെ നിങ്ങൾ ഇവളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ. നിങ്ങളിൽ ആരാടാ ഇവളുടെ കൊച്ചിന്റെ തന്ത? മച്ചമ്പ എന്തിനാ വെറുതെ ബഹളം വെക്കുന്നത്? വന്നത് ഇവിടെ അണ്ണനൊന്നും അല്ല. അതല്ല ചോദിച്ചത്. ചോദിച്ചതിന് സമാനം പറ.
ഹരി ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പവിഴ എന്റെ ഭാര്യയാണച്ച. അല്ല, അവളെ രക്ഷപ്പെടുത്താൻ നീ നോക്കണ്ട. കൊല്ലിത്തെങ്കി കൊന്ന, എന്നാലും പറയാ ഇവളെന്റെ ഭാര്യയാ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് ആരുടെ സമ്മതമൊന്നും വേണ്ട. ഇവിടെ ഭാര്യയാണെങ്കിൽ പിന്നെ എന്തിനാണ് വേലക്കാരിയാണെന്ന് ഞങ്ങളോട് കള്ളം പറഞ്ഞത്? അച്ഛനെ അമ്മാവനെ ഏട്ടന്മാരെയൊക്കെ പേടിച്ചിട്ട്. നീ ചെയ്തത് മഹാപാപമാടാ. താലി കെട്ടിയ പെണ്ണിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ എത്രമാത്രം കഷ്ടപ്പെടുത്തി. സത്യം ഞാൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ സ്വീകരിക്കുമായിരുന്നോ? ഏട്ടന്മാര് സ്വീകരിക്കുമായിരുന്നോ? അമ്മാവൻ സ്വീകരിക്കുമായിരുന്നോ? ഈ പറയുന്ന അമ്മ? ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. എനിക്ക് വേണ്ടത് ഒരു മരുമോളെയാണ്. ഈ തങ്കക്കുടത്തിനെ ഞാൻ കളയില്ലടാ. பொள்ளாச்சி நாச்சிமுத்து கவுண்டம் பரம்பரையில வந்த வீரமுத்து கவுண்டனா ஒரு பெரிய கிராமத்துக்கே சொந்தக்காரன். இதோ இந்த பொண்ணோட அப்ப. என் விதி, நான் 2 தப்பு பண்ணிட்டேன். ஒண்ணு, இந்த பரதேசி நாய் பேச்சை கேட்டது. இன்னொன்னு, முன்ன பின்ன தெரியாத இவனுக்கு என் பொண்ணை கல்யாணம் பண்ணி கொடுத்தது. மகராசியா வாழ்வேன். என் பொண்ணை நான் ஆசீர்வாதம் பண்ணி அனுப்புனேன். நீங்க எல்லாருமா சேர்ந்து அவளை வேலைக்காரி ஆக்கிட்டீங்க. இனி ஒரு நிமிஷம் கூட அவளை இந்த வீட்டுல நான் இருக்க விட மாட்டேன். வாமா வா. വീരമുത്ത് കൗണ്ടരെ, താൻ തന്റെ മകളെ കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോ. പിന്നെ കിഴക്കത് മാസം 2 എടുത്തോണ്ട് ഓടുന്ന കണ്ടാ തോന്നുന്നു ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്. ഒന്ന് പോ തന്തക്കൗണ്ടറെ. കൗണ്ടർ അകത്ത് കയറി ഇരിക്കേ. മോളൊന്ന് പെറ്റോട്ടെ, എന്നിട്ട് പോവാലോ. இல்ல, பேர குழந்தை பறக்கட்டும், அப்புறம் போலான்னு சொல்றாரு. வளகாட்ட முடிச்சிட்டு போங்கப்பா. പൊള്ളാച്ചി കൗണ്ടറെ, നിങ്ങളുടെ മകളെ വേലക്കാരിയാക്കിയത് ഞങ്ങളാരുമല്ല, ഈ പരമനാറിയ. അതാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. തെറ്റുകൾ കുറെയൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ് മോളെ. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്ന് ആണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ വിജയം. നീ എന്റെ മരുമകളാ, ധൈര്യശാലി. என்ன சொல்றாருன்னு புரியுதா? உங்க மக ரொம்ப தங்கமான பொண்ணுன்னு சொல்றாரு. ആ മോനെ മരുമകളെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞേ. ശരിയാ. എന്നാ പെങ്ങളെ, മാപ്പിളയും പെണ്ണും കൂടെ നീങ്ങി നിന്നേ. ഗോപി, നീ ഇങ്ങോട്ട് വന്നേ. ദീർഘായുസായി തരി മക്കളെ.
ഞങ്ങളും പൊള്ളാച്ചിക്ക് വരട്ടെ? ഓ എന്തിനാ? ഞങ്ങൾക്കും കൂടി ഓരോന്നിനെ സംഘടിപ്പിച്ചു തരുമോ? ഓക്കേ